നമസ്കാരം. കഴിഞ്ഞ ദിവസം OTT ഇറങ്ങിയ ഒരു തമിഴ് ചിത്രമായിരുന്നു പാർക്കിംഗ്. 2023 ഡിസംബർ 1 ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരുന്നത്. രാംകുമാർ ബാലകൃഷ്ണനാണ് ചിത്രം തിരക്കഥയെഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. ഐറിഷ് കല്യാൺ, MS ഭാസ്കർ, ഇന്ദുജ രവിചന്ദ്രൻ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. ഈശ്വർ എന്ന കഥാപാത്രത്തെ ഐറിഷ് കല്യാണും ഇളംബരസി എന്ന കഥാപാത്രത്തെ MS ഭാസ്കറും അവതരിപ്പിച്ചിരിക്കുന്നു. രണ്ടുപേരും കഥാപാത്രത്തോട് 100% നീതി പുലർത്തിയിട്ടുണ്ട്. ചിത്രത്തിൻ്റെ ടൈറ്റിൽ പറഞ്ഞ പോലെ തന്നെ പാർക്കിംഗ് ആണ് പ്രധാന പ്രമേയമായിട്ട് വരുന്നത്. ഒരു ചെറിയൊരു വിഷയത്തെ ഒരു സിനിമയാക്കിയെടുത്ത സംവിധായകൻ്റെ കഴിവിനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ OTT ഇറങ്ങിയതിന് ശേഷമാണ് സിനിമ കണ്ടത്. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയാണിത്. അത്യാവശ്യം ത്രില്ലിംഗ് ആയിട്ട് തന്നെയാണ് സിനിമ പോകുന്നത്. ഒരു ഈഗോ വർക്കിംഗ് ആണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈഗോ പിടിച്ച 2 ആളുകളെയാണ് ചിത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈഗോ പിടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യും ഒന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അപ്പോഴത്തെ ദേഷ്യത്തിൽ എന്താ ചെയ്യുക ഒന്നും പറയാൻ പറ്റില്ല. നമുക്കെല്ലാവർക്കും അനുഭവമുള്ളത് തന്നെയാണല്ലോ. അപ്പോൾ അതൊക്കെ നല്ല രസകരമായിട്ട് തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ തന്നെ നല്ല ത്രില്ലിംഗ് ആയിട്ട് തന്നെയാണ് ചിത്രം പോകുന്നത്. സെക്കൻഡ് ഹാഫും ഒക്കെ അടിപൊളിയായിട്ട് തന്നെയാണ് പോകുന്നത്. ക്ലൈമാക്സും ഒന്നും കുഴപ്പം പറയാനൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട്. മോശം ക്ലൈമാക്സ് ഒന്നുമല്ല, നല്ല ക്ലൈമാക്സ് ഒക്കെ തന്നെയാണ്. ചിത്രത്തിൽ പൈസേൻ്റെ ഒക്കെ ഒരു രംഗമുണ്ട്. അതൊക്കെ അന്യായ രീതിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചിത്രം കാണുക. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് പാർക്കിംഗ്. കഥയിലേക്ക് വരുമ്പോൾ നായകനും നായികയും വാടക വീട് അന്വേഷിച്ച് നടക്കുന്നതാണ് തുടക്കം. അപ്പോൾ നല്ലൊരു വാടക വീടാണ് ഇവർ അന്വേഷിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഒരു നല്ല വാടക വീട് തന്നെയാണ് കിട്ടുന്നത്. മുകളത്തെ നിലയിലാണ് ഇവർക്ക് താമസം അനുവദിച്ചിരിക്കുന്നത്. താഴത്തെ നിലയിൽ വേറൊരു ഫാമിലി ഉണ്ട്. അപ്പോൾ തുടക്കത്തിൽ ഈ 2 ഫാമിലീസും നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാത്തിനും സഹകരിച്ചും ഒക്കെ നല്ല സംസാരമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. പിന്നെ ആണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. നായകനൊരു കാർ എടുക്കുന്നതും അത് മുതൽ പ്രശ്നം ആരംഭിക്കുകയാണ്. എടുത്ത സമയത്തൊന്നും പ്രശ്നമൊന്നുമില്ല. താഴത്തെ ഫാമിലി നല്ല രീതിയിൽ തന്നെയാണ് സഹകരിക്കുന്നത്. പിന്നെ ഓരോ ചെറിയ ഈഗോ വർക്ക് ചെയ്ത് തുടങ്ങിയതോടെ കഥ ആകെ മാറി മറിയുകയാണ് ചെയ്യുന്നത്. കൂടുതൽ കഥയിലേക്ക് ഞാൻ കടക്കുന്നില്ല. എല്ലാവരും കണ്ടു തന്നെ ആസ്വദിക്കുക. മലയാളത്തിലും അവൈലബിൾ ആയതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ചിത്രം ആസ്വദിക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു ഇത്. അപ്പം പുതിയൊരു നല്ല ചിത്രത്തിൻ്റെ റിവ്യൂവുമായിട്ട് വീണ്ടും കാണാം. ബൈ.